3600 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിന്റെ കാരിക്കേച്ചർ വരച്ച് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ.എൻ. ബാലഗോപാൽ. കൊല്ലം കോർപ്പറേഷൻ മുളങ്കാടകം ഡിവിഷൻ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഗവേഷക വിദ്യാർത്ഥി വിഷ്ണുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഭാഗമായി. കൊല്ലം വിഷ്ണത്തുകാവ് ക്ഷേത്രത്തിന് സമീപം സ്ഥാനാർത്ഥി വിഷ്ണുവിനായി വരകളുടെ നിറക്കൂട്ടിൽ 3600 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിന്റെ കാരിക്കേച്ചർ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ.എൻ. ബാലഗോപാൽ വരച്ചപ്പോൾ ആരോ ചോദിച്ചു, ചിത്രത്തിലെ ഗുണഭോക്താവിന് എ.കെ. ആന്റണിയുടെ സാദൃശ്യമുണ്ടല്ലോ എന്ന്. പെൻഷൻ മുടക്കിയ യു.ഡി.എഫ് നേതാക്കളെ ജനങ്ങൾ മറക്കാതിരിക്കാനാണെന്ന് പിന്നെയും മറ്റൊരാളുടെ കമന്റ്. കൊല്ലം മുളങ്കാടകം ഡിവിഷൻ സ്ഥാനാർത്ഥി മുസ്തഫയും ചടങ്ങിൽ പങ്കെടുത്തു. തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം വരെ നീളുന്ന മാറിയ മുളങ്കാടകം ഡിവിഷനിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി വിഷ്ണു പ്രചരണത്തിൽ മുന്നിലാണ്. വിഷ്ണു എന്ന പേര് ഞാൻ അവിടുത്തെ എൽഡിഎഫിന്റെ അപ്പോൾ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം, വോട്ട് ചെയ്യണം, സഹായിക്കണം, വോട്ട് ചെയ്യണം, പറഞ്ഞിരിക്കണം വന്നിരുന്നുള്ളത്. എല്ലാവരും ഉണ്ട്. ജനങ്ങൾ നോക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ്. അവരുടെ വെളിപ്പാടകലെ ഒരു വിളിക്കപ്പുറം വരുന്ന ആളുകളെയാണ്. അല്ലാതെ വർഗീയവാദികളെയും അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നവരെയും അല്ല. ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന, അവർ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളെയാണ്. ആ നിലയിലേക്ക് ഇടതുപക്ഷ പ്രവർത്തകരെ കോർപ്പറേഷനിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള തരത്തിലേക്ക് ജനങ്ങൾ, ആ പ്രബുദ്ധ ജനങ്ങൾ ഇടപെടുമെന്നാണ് വിശ്വസിക്കുന്നത്. യു.ഡി.എഫ് ബി.ജെ.പി അവിശുദ്ധ ബന്ധം മുളങ്കാടകത്ത് കാടുപോലെ പടരുന്നു എന്ന ആരോപണവുമുണ്ട്. അവസാന നിമിഷം ബി.ജെ.പി സ്ഥാനാർത്ഥിത്വത്തിൽ വന്ന മാറ്റത്തിലും സംശയം ശക്തം. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ പോരാട്ടത്തിൻ്റെ ആ ഒരു ചരിത്രം കൂടിയുള്ള വ്യക്തിയാണ് നമ്മുടെ കൊല്ലത്തെ മുളങ്കാടകം ഡിവിഷനിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നമ്മുടെ വിഷ്ണു. ഇപ്പോൾ പാർട്ടി ഈ പുതിയ ഒരു ദൗത്യം കൂടി ഏൽപ്പിച്ചിരിക്കുന്നു. മുളങ്കാടകം ഡിവിഷൻ നിലനിർത്തുക, ഒപ്പം തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുക. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.